എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആത്മോപദേശ ശതകത്തിലെ 43-ാം പദ്യം മുതലാണ് നമ്മളിന്ന് ചർച്ച തുടരുന്നത്. 42-ാം പദ്യത്തിൽ സമയെ, അതായത് വിദ്യാശക്തിയെ ആശ്രയിക്കുന്ന ഒരാൾക്ക് ക്രമേണ മനസ്സ്, അഹങ്കാരം, ഇന്ദ്രിയങ്ങൾ, ശരീരം, ജഗത്ത് ഇവയൊക്കെ വിട്ടുമാറി ആ പരമമായ സത്യത്തെ അനുഭവിക്കാൻ പറ്റും. വിദ്യയെ നിരന്തരം ദൃഢനിശ്ചയത്തോടുകൂടി ആശ്രയിക്കണം. ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഈ ദൃഢനിശ്ചയമാണ് പ്രധാന കാര്യം. ചിലര് വേദാന്തമൊക്കെ പഠിക്കും. പലപ്പോഴും ഈ ലക്ഷ്യമല്ല, ബ്രഹ്മപ്രാപ്തി എന്ന ലക്ഷ്യമല്ല അവരുടെ മുമ്പിലുള്ളത്. പേര് വേണം, പെരുമ വേണം, ശിഷ്യസമ്പത്ത് വേണം, പണം വേണം. അങ്ങനെയുള്ളവരാണ് കുറച്ചൊക്കെ പഠിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് വിദ്യയിൽ രമിച്ച് അധപ്പതിക്കാൻ ഇടയാവുന്നത്. കുറേയൊക്കെ വേദാന്ത പഠനത്തിൽ മുമ്പോട്ട് പോയ ആളുകൾ പോലും ഇങ്ങനെയുള്ള ഭൗതിക കാമങ്ങളിൽ മോഹബദ്ധരായി വളരെയധികം ക്ലേശിക്കുന്നത് കാണാനുണ്ട് എന്നാണ് 43-ാം പദ്യത്തിൽ പറയുന്നത്. ഇവിടെ രണ്ട് കാര്യം വ്യക്തമായി ഓർമ്മിക്കണം. ചിലർ ലക്ഷ്യം നിശ്ചയിച്ചു, എങ്കിലും അവരുടെ പൂർവവാസനകൾ പലപ്പോഴും അറിയാതെ അവര് ചിലപ്പോൾ പല ദുരാചാരങ്ങളിലും പല അധർമ്മ കർമ്മങ്ങളിലും ഒക്കെ അകപ്പെടുത്തുന്നുണ്ടാവും. അവശത, വാസനാബദ്ധനായി അവശത മൂലം അങ്ങനെ അകപ്പെട്ടു പോകുന്നവരുണ്ടാവും. പക്ഷെ അവര് അതിലൊക്കെ എത്ര അകപ്പെട്ടാലും എനിക്കിത് മാറിക്കിട്ടണം, വീണ്ടും പശ്ചാത്തപിക്കും, എനിക്കിത് മാറിക്കിട്ടണം, എന്തിലും അധർമ്മ കാര്യങ്ങളിൽ പോലും ബ്രഹ്മബോധം ഉറയ്ക്കണം. ബ്രഹ്മബോധം ഉറപ്പുവരുത്തുന്നതിന് ധർമ്മമോ അധർമ്മമോ എന്ന വേർതിരിവൊന്നുമില്ല. അപ്പോൾ അധർമ്മകാര്യങ്ങൾ എന്ന് മറ്റുള്ളവർ കരുതുന്നതിൽ പോലും എനിക്ക് ബ്രഹ്മഭാവന ഉറച്ചു കിട്ടണം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ വ്യതിചലനങ്ങൾ സംഭവിച്ചു പോകുന്നു. ഇപ്പൊ പലരും എന്നോട് തന്നെ പറയാറുണ്ട്, സാർ ഇടയ്ക്കിടയ്ക്ക് കോപം വന്നു പോകുന്നു. സാരമില്ല, കോപിച്ചൊക്കെ വളരെ നാൾ ശീലിച്ചതല്ലേ. പെട്ടെന്ന് കോപം പൂർണ്ണമായും ശമിച്ചു കിട്ടിയെന്ന് വരില്ല. പക്ഷേ ലക്ഷ്യം ഉറപ്പുണ്ടോ? കോപം വന്നു കഴിഞ്ഞാലും സാരമില്ല, ഞാൻ ഈ കോപത്തെ ജയിക്കും, മനഃപൂർവ്വം ഞാൻ കോപത്തിന് വഴങ്ങില്ല എന്ന ബുദ്ധിയോടുകൂടി മുമ്പോട്ട് നീങ്ങുന്നുണ്ടോ? അവരുടെ കാര്യമല്ല ഗുരുദേവൻ 43-ാം പദ്യത്തിൽ പ്രതിപാദിക്കുന്നത്. നേരെ മറിച്ചൊക്കെ പഠിച്ചു, നല്ല പാണ്ഡിത്യം, പ്രജ്ഞാ ഗർവമാപന്ന, അതൊക്കെ പഠിച്ചത് തന്നെ അവരിൽ അഹങ്കാരത്തെ ഉളവാക്കി. ആ അഹങ്കാരം വന്നു ചേരുന്നത് അവശത കൊണ്ടല്ല, ബോധപൂർവം. ലക്ഷ്യസ്ഥിരതയില്ല. ആ ലക്ഷ്യം അവിടെ ഇരിക്കട്ടെ, തൽക്കാലം എനിക്ക് പേര് വേണം, പെരുമ വേണം. അങ്ങനെ പ്രജ്ഞാ ഗർവമാപന്ന, അതേ അവസരത്തിൽ വിദഗ്ധ ശാസ്ത്രശാലിന, ശാസ്ത്രമൊക്കെ നല്ല
ഗംഭീരമായിട്ടറിയാം, ആരെയും പറഞ്ഞു കേൾപ്പിക്കാൻ കഴിയും. അതേ അവസരത്തിൽ രാഗദ്വേഷമയാഹ, ഈ രാഗദ്വേഷങ്ങൾ ലക്ഷ്യനിശ്ചയം വെച്ചുകൊണ്ട് അവശമായി വരുന്നതല്ല, ബോധപൂർവം രാഗദ്വേഷങ്ങൾക്ക് വഴങ്ങി അങ്ങനെയുള്ളവരെ ശാസ്ത്രം മാന്യഗർദഭാവ എന്നാണ്. അല്ല, പണ്ഡിതന്മാരാണ്, മാനിക്കപ്പെടാവുന്ന ഗർദഭങ്ങൾ, കഴുതകൾ വെച്ചാൽ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്. ആചാര്യസ്വാമികൾ പറയുകയാണ്, നിഗമശത സഹസ്രാന്ത ശോധകാനപി, അനേകം വേദാന്തവാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് അവയൊക്കെ അർത്ഥം പറയും. ഒടുവിൽ ശോധകാനപി കലുഷയത്തി ചതുഷ്പദാദ്യഭിന്നാൻ ധനാദി നിദർശനേന സദ്യ. കുറച്ച് പൈസയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ കുറച്ച് ബഹുമാനിച്ചില്ല, എന്നെ വേണ്ട പോലെ ബഹുമാനിച്ചില്ല എന്ന കാര്യത്തിലോ ഒക്കെ ചിലപ്പോൾ മൃഗങ്ങളെക്കാൾ കഷ്ടമായി രാഗദ്വേഷങ്ങൾ പ്രകടമാക്കി ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവര് അവശരായി ചില അധർമ്മങ്ങൾക്ക് വശപ്പെട്ടു പോകുന്നവരല്ല. അവർക്ക് ലക്ഷ്യനിശ്ചയമില്ല, അവർക്ക് തൽക്കാലം ഭൗതിക കാമങ്ങളാണ് അവരുടെ ലക്ഷ്യം. വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഭാഗവതത്തിലെ അംബരീഷനും ദുർവാസാവും. ദുർവാസാവ് സന്യാസിയുടെ വേഷമാണ്, ലജീഷം ദാടിയൊക്കെ വളർത്തി തികച്ചൊരു താപസനായി ശിഷ്യസമ്പത്തുണ്ട്, കൂടെ എപ്പോഴും ശിഷ്യന്മാർ കാണും, ഒക്കെ ശിവനാമം ഉച്ചരിച്ച് ഉച്ചത്തിൽ ശിവനാമം ഉച്ചരിച്ച് സഞ്ചരിക്കുന്ന ആളാണ്. ഇതൊക്കെയാണ്. നേരെ കുറച്ച് അംബരീഷനോ ചക്രവർത്തിയാണ്, വലിയൊരു കുടുംബമുണ്ട് അദ്ദേഹത്തിന്, സമ്പത്ത്, കൊട്ടാരം, വലിയ സൈന്യങ്ങൾ, ഖജനാവ് ഒക്കെ ഉണ്ട്. പക്ഷെ അവയൊക്കെ ഇല്ലാത്തതാണെന്ന് അദ്ദേഹം പൂർണ്ണമായും തീരുമാനിച്ചു. ഒരു നിമിഷം പോലും തന്റെ ബ്രഹ്മബോധത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുന്നില്ല. അങ്ങനെയുള്ള അംബരീഷന്റെ അടുക്കൽ ദുർവാസാവ് വന്നു, ഭക്ഷണത്തിന് ക്ഷണിച്ചു. കുളി കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയി. അതിനിടയ്ക്ക് അംബരീഷൻ ഒരു വ്രതം മറ്റുള്ളവരെ കൂടി ഭാര്യമാരെയും മറ്റും ഈ സത്യപഥത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അദ്ദേഹം വ്രതമൊക്കെ ആചരിച്ചത്. അങ്ങനെ ആ വ്രതം അവസാനിപ്പിക്കാനായി ഒരു തുള്ളി വെള്ളം കുടിച്ച് വ്രതം അവസാനിപ്പിച്ചു. അപ്പോഴേക്കാണ് ദുർവാസാവ് കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. ഒരു തുള്ളി വെള്ളം കുടിച്ചു എന്നറിഞ്ഞ് എന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ട് ഞാൻ വരുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് കോപാന്ധനായിത്തീരുകയാണ്. ഇത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചതല്ല. തന്റെ ഗർവ്, അസാധാരണമായ ഗർവ്, ആ അസാധാരണമായ ഗർവ് അവശത കൊണ്ട് ഇടയ്ക്ക് വന്നു ചേർന്ന ഒരു ദൗർബല്യമല്ല. അത് അദ്ദേഹം സ്വാഭാവികമായി വെച്ചു പുലർത്തുകയാണ്. മാത്രമോ ആ ഗർവിൽ അംബരീഷനെ കൊന്നുകളയാനാണ് തീരുമാനിക്കുന്നത്. കൃത്യയായി ഉടനെ വലിയ സിദ്ധൻ. ഈ അംബരീഷന്റെയും ദുർവാസാവിന്റെയും ചരിത്രം ഗാഠമായി പരിശോധിച്ചു നോക്കേണ്ടതാണ്. വലിയ സിദ്ധനാണ്. തന്റെ ഒരു തലമുടി എടുത്ത് ഭൂമിയിൽ അടിച്ചപ്പോൾ ഒരു കൃത്തിക ഉണ്ടായി. ഭൂമിയെ പാടെ വിറപ്പിച്ചുകൊണ്ട് ആ കൃത്തിക
വാളുമായി അംബരീഷനെ കൊല്ലാൻ അടുക്കുകയാണ്. അവിടെയാണ് അംബരീഷനാകട്ടെ നിന്നിടത്ത് നിന്ന് അനങ്ങുന്നില്ല, മുഖഭാവത്തിനൊരു മാറ്റവുമില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് എതിർക്കാം, വലിയൊരു സൈന്യത്തിന്റെ ഉടമയാണ്. ഇല്ല, ദുർവാസാവിനെ എതിർക്കുന്നില്ല. അദ്ദേഹം ശിവനാമമൊക്കെ ഉച്ചരിച്ച് നടക്കുന്ന ആളാണല്ലോ. എതിർക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് അംബരീഷനെ രക്ഷിക്കാൻ നേരത്തെ തന്നെ വിഷ്ണു തന്റെ ചക്രത്തെ ഏർപ്പാട് ചെയ്തിരിക്കുക. അംബരീഷൻ അറിയുന്നില്ല ഇങ്ങനെ ഭഗവാൻ തന്നെ രക്ഷിക്കാനായി ചക്രത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം അംബരീഷൻ അറിയുന്നതേയില്ല. കൃത്തിക അംബരീഷനെ കൊല്ലാൻ വന്നപ്പോൾ ചക്രം പ്രത്യക്ഷപ്പെട്ടു. പിന്നെ കൃത്തികയെ വധിച്ചു. ദുർവാസാവിനെ പിന്തുടർന്നു. എവിടെയെല്ലാമാണ് ഈ സിദ്ധൻ, മഹാസിദ്ധൻ, ഒരു കൃത്തികയെ ഉണ്ടാക്കാനുള്ള സിദ്ധി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഓടി നടന്ന കഥ അംബരീഷചരിതം വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് വിഷ്ണുവിന്റെ അടുത്ത് പോയിട്ട് പോലും രക്ഷപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ ഒരു നിവൃത്തിയില്ല, ഞാൻ എന്റെ ഭക്തന്റെ ദാസനാണ്, അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമില്ല, വേഗം പോയി അംബരീഷനെ ശരണം പ്രാപിക്കൂ. അങ്ങനെ ദുർവാസാവ് വീണ്ടും അംബരീഷന്റെ അടുത്ത് വന്ന്, അപ്പോഴും അംബരീഷൻ അവിടെ നിൽക്കുകയാണ്. അംബരീഷൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് ദക്ഷിണയൊക്കെ കൊടുത്തയക്കുക, തന്നെ കൊല്ലാൻ വന്ന ആളിനെ. ഇവിടെ ദുർവാസാവ് ഗുരുദേവൻ പറയുന്ന ഈ ശ്ലോകത്തില് പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. പ്രകൃതി പിടിച്ചു ചുഴറ്റുന്ന മായയുടെ മോഹകശക്തിയിൽപ്പെട്ട് അഹങ്കാരവും രാഗദ്വേഷവും വർദ്ധിച്ച്, കുറയുകയല്ല, ഒരാൾക്ക് അഹങ്കാരവും അല്പം രാഗദ്വേഷവും ഉണ്ടെങ്കിൽ അയാളത് അറിയുന്നുണ്ട്. തന്റെ ലക്ഷ്യം ഉറപ്പിച്ച് ദിവസേന അത് കുറച്ച് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെയുള്ളയാൾ ഒരിക്കലും പ്രകൃതി പിടിച്ച് ചുഴറ്റുന്ന ചുഴറ്റലിൽ പെടുന്നയാളല്ല. നേരെമറിച്ച് ബോധപൂർവം അഹങ്കാരവും രാഗദ്വേഷവും വർദ്ധിപ്പിച്ച് വ്യവഹാര രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. വേദാന്തമൊക്കെ അറിയാം, ഒട്ടേറെ അതൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്യമൊക്കെ ഭൗതികമാണ്, ബോധപൂർവം. അല്ലാതെ ഈ ബ്രഹ്മതത്വം ഗാഠമായി ഉറപ്പിക്കുക എന്നുള്ളതല്ല. അങ്ങനെയുള്ള ആളുകളെ ധാരാളം നമുക്കിന്ന് കാണുവാനുണ്ട്. അതൊക്കെ നാം ബോധപൂർവം വിലയിരുത്തി മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ ചെന്ന് പെട്ടാൽ പെടുന്നവരും രക്ഷപ്പെടില്ല. എന്നുവെച്ചാൽ തന്റെ അടുത്ത് വരുന്നവരെയൊക്കെ ഭൗതികമായി മുതലാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ശിഷ്യന്മാരായി അംഗീകരിക്കുക. ചെല്ലുന്നവർ ഒരു കാര്യമേ വ്യക്തമായി നോക്കേണ്ടതുള്ളൂ. ബ്രഹ്മബോധം ഉറപ്പുള്ള ആളാണോ, സമനില നിരന്തരം പാലിക്കുന്ന ആളാണോ? ചിലപ്പോ വ്യവഹാരദശയിൽ അല്പം കോപമോ ഒക്കെ കൃത്രിമമായി അഭിനയിച്ചു എന്ന് വരാം, മറ്റുള്ളവർക്ക് നന്മ വരുത്താൻ. അത് വ്യക്തമായി നമുക്ക് പിടികിട്ടും. നേരെ മറിച്ച് കൂടെ ഈ ഭൗതിക കാമനകളിൽപ്പെട്ട് അറിയാതെ രാഗദ്വേഷങ്ങൾക്ക് വഴങ്ങിപ്പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് പ്രകൃതി പിടിച്ചു
ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്തില്ല അവര്. ഇതാണ്, ആ വികൃതി വിടാൻ ആത്മാർത്ഥമായി അവർ ശ്രമിക്കുന്നില്ല. ലക്ഷ്യമുറപ്പിച്ച് വികൃതി വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സാരമില്ല. അതാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. അപിചേത് സുദുരാചാരോ, തൽക്കാലം അവൻ സുദുരാചാരനാണ്. എന്നുവെച്ചാൽ വാസനാബദ്ധൻ. കടുത്ത വാസനകൾ മനസ്സിനെ പിടികൂടിയാൽ അത് പൊടുന്നനെ ഒഴിച്ചു മാറ്റി സത്യം അനുഭവിക്കാൻ ആർക്കും സാധ്യമല്ല. അതൊക്കെ ക്രമേണ സത്യബോധം കൂട്ടിച്ചേർത്ത് ക്രമേണ കുറേശ്ശെ പാകപ്പെടുത്തി മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് അഭിചേത് സുദുരാചാരോ. വെറും ദുരാചാരനല്ല, സുദുരാചാരൻ, അങ്ങേയറ്റത്തെ ദുരാചാരൻ. ഭജതേ മാം അനന്യഭാഗ്. അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. അനന്യഭാഗ്, അയാൾക്ക് ഈ സത്യം പിടികിട്ടി. സുദുരാചാരന് സത്യം പിടികിട്ടുമോ? എന്തുണ്ട് പിടികിട്ടുകൂടാ? ഇത് സയൻസാണ്, ശാസ്ത്രം. ശാസ്ത്ര സത്യം പിടികിട്ടാൻ ഒരു ദുരാചാരവും തടസ്സമല്ല. ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമുണ്ടാകുമെന്ന് ധരിക്കാൻ ഒരു മദ്യപാനിക്ക് എന്താ പ്രയാസം? ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് ശാസ്ത്രസത്യം ആർക്കും പിടികിട്ടും. ഗീത ഇത് ആവർത്തിക്കുന്നു. ഭജതേ മാം അനന്യഭാഗ്. അയാൾക്ക് ബുദ്ധിക്ക് ആ സത്യം തെളിഞ്ഞു. ദുരാചാരനാണ്, പക്ഷെ അയാൾ തീരുമാനിച്ചു, ഞാൻ ഈ സത്യം ഉറപ്പിക്കും. നിമിഷം പ്രതി അവശനായി ചിലപ്പോൾ എന്റെ ദുരാചാരങ്ങൾക്ക് വഴങ്ങിപ്പോയെന്ന് വരാം. അപ്പോഴൊക്കെ ഞാൻ പശ്ചാത്തപിച്ച് വീണ്ടും ഞാൻ ഈ സത്യം ഉറപ്പിക്കും. അങ്ങനെ മുമ്പോട്ട് പോകുമോ? അവിചേത്സു ദുരാചാരനാണെങ്കിൽ പോലും ഭജത്തെ മാം അനന്യഭാഗ്. മറ്റൊന്നില്ല, അനന്യഭാഗ്. ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ സമയെ ആശ്രയിച്ചുകൊണ്ട് സകലത്തിലും ഒരേ വസ്തുവിനെ തന്നെ ഞാൻ പരമാവധി കണ്ടുറപ്പിക്കും. ഇതാണ് ഭജതേ മാം അനന്യഭാഗ്. മറ്റൊന്നില്ലെന്ന് തീരുമാനിച്ച് എന്നെ ഭജിക്കും. അപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് പഴയ വാസനകളൊക്കെ ചേരുമേ. ശ്രീരാമകൃഷ്ണദേവന്റെ ചരിത്രത്തിൽ ഒരു ഗിരീശചന്ദ്ര ഘോഷ് ഉണ്ട്, വലിയ നാടകകൃത്ത്. അത് ഇത് എല്ലാ ദുരാചാരങ്ങളും ഉണ്ട്. തികഞ്ഞ മദ്യപാനി. പക്ഷെ എങ്ങനെയോ അദ്ദേഹത്തെ ശരണം പ്രാപിക്കാൻ കഴിഞ്ഞു. അന്നു മുതൽ അയാൾക്ക് രാമകൃഷ്ണദേവന് പൂർണ്ണ വിശ്വാസമാണ്. അദ്ദേഹം പറയുന്നതൊക്കെ അനുസരിക്കാൻ തയ്യാറാണ്. അപ്പോ രാമകൃഷ്ണദേവൻ ഒരിക്കൽ പറഞ്ഞു, നീ മദ്യപാനം നിർത്തണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഗുരുദേവ, എനിക്ക് സാധ്യമല്ല. ഞാൻ അവശനായി അതിന് വശപ്പെട്ടു പോകുന്നു. എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനുള്ള ഒരു മുക്തിയാർ എന്ന് മറ്റു പറയും, എനിക്ക് എഴുതി തന്നേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ മുക്തിയാർ എഴുതി കൊടുത്തു. ഭഗവാൻ പ്രാർത്ഥിച്ചു. ക്രമേണ രാമകൃഷ്ണന്റെ ചരിത്രം വായിച്ചിട്ടുള്ളവർക്കറിയാം, വലിയൊരു കലാകാരനാണ് ബംഗാളില്. പക്ഷെ അയാൾക്ക് ക്രമേണ മദ്യപാനത്തിൽ നിന്നും വിമുക്തനായി വലിയൊരു ജ്ഞാനിയായി മാറി. ഒടുവിൽ വിവേകാനന്ദ സ്വാമിക്കൊക്കെ വളരെ ബഹുമാനമുള്ള ഒരു കഥാപാത്രമായി തീർന്നു ഗിരീശചന്ദ്ര ഘോഷ്. അപ്പോ ഇതൊക്കെ നാം വ്യക്തമായി ധരിച്ചെങ്കിലേ നമുക്കും മുന്നോട്ട് പോകാൻ സാധ്യമാവും. നമ്മളറിയാതെ വാസനാബദ്ധരായി ചിലപ്പോൾ
പലതരം അധർമ്മകാര്യങ്ങളിൽ, ദുരാചാരങ്ങളിൽ പോലും പെട്ടുപോയി എന്ന് വരാം. പക്ഷേ ലക്ഷ്യം ഭൗതികമായ നേട്ടങ്ങൾ നേടുകയല്ല. എനിക്കെന്റെ ജീവിതത്തിൽ ഈ പൂർണ്ണ സത്യം അനുഭവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വഴുതി പോകുന്നുണ്ടെങ്കിലും ഞാൻ നിശ്ചയമായും ആ സത്യം തന്നെ ഉറപ്പിച്ച് മുമ്പോട്ട് പോകും എന്നുറപ്പുള്ള ആൾക്ക് ഒന്നും പേടിക്കാനില്ല. പോകുന്നു.